Hello friends, welcome back to my channel. ഞാനിന്ന് വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 മുട്ടയുടെ വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പതഞ്ഞ് വരുന്ന പരുവത്തിൽ മിക്സ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു ഗ്ലാസിൻ്റെ അളവിലാട്ടോ പഞ്ചസാര പൊടിച്ചതും മൈദപ്പൊടിയൊക്കെ അളവെടുത്തിട്ടുള്ളത്. അത് കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്തതിന് ശേഷം കോഴിമുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതൊന്ന് മിക്സ് ആയതിന് ശേഷം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അത് ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അത് നല്ലൊന്ന് മിക്സ് ആയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആയതിനു ശേഷം 2 ടീസ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ആയതിനു ശേഷം ഒരു കുക്കറിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യുക. ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ക്രീമൊക്കെ തേച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കുകയും ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.